നമസ്കാരം. തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് പൂജപ്പുര സരസ്വതി മണ്ഡപം. ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാന ഉത്സവമായ നവരാത്രി ആഘോഷങ്ങളിൽ ഏറെ നിർണായകമാണ് പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപം. പൂജവയ്പ് ദിനങ്ങളിൽ വൻപിച്ച ആഘോഷമാണ് അവിടെ നടക്കുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലം മുതൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി തക്കലയിലെ കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരയുടെയും മുരുകന്റെയും പ്രതിഷ്ഠ കാവടിയുമായി കൊണ്ടുവന്ന് ഇരുത്തി പൂജിക്കുന്ന ഇടമാണ് സരസ്വതി മണ്ഡപം. മാത്രമല്ല, നിത്യാരാധന നടക്കുന്ന സരസ്വതി ക്ഷേത്രവും ഇവിടെയുണ്ട്. നവരാത്രി ആഘോഷവേളയിലും സരസ്വതി മണ്ഡപത്തിന് പുറകിലായുള്ള ഗ്രൗണ്ടിലാണ് സ്റ്റാളുകളും മറ്റും സജീവമാകുന്നത്. കൂടാതെ സർക്കാരിന്റെ ഓണാഘോഷത്തിനും 10 ദിവസം പൂജപ്പുര ഗ്രൗണ്ടിലാണ് വേദിയൊരുക്കാറുള്ളത്. പൂജപ്പുര നിവാസികളുടെ വികാരമാണ് സരസ്വതി മണ്ഡപം. എന്നാൽ ഇപ്പോൾ പൂജപ്പുര സരസ്വതി ക്ഷേത്രവും നവരാത്രി മണ്ഡപവും കയ്യേറി കാർഷിക പ്രദർശനവും കമ്പോസ്റ്റ് കച്ചവടവും നടത്തുകയാണ് CPM. നവരാത്രി പൂജ നടക്കേണ്ട സരസ്വതി മണ്ഡപത്തിൽ ചവറു കൂമ്പാരവും ഗ്യാസ് കുറ്റിയും, ഒപ്പം നേരം ഇരുട്ടുമ്പോൾ കുട്ടി നേതാക്കളുടെ വെള്ളമടിയും അസഭ്യവർഷവും. ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നത് പോലും ആശങ്കയോടെയാണ്. സരസ്വതി മണ്ഡപത്തോട് ചേർന്ന് കാർഷിക ഉപകരണങ്ങളും കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവള വിപണന സ്റ്റാളുകളും. ക്ഷേത്രത്തെയും നവരാത്രി മണ്ഡപത്തെയും കാണാനാകാത്ത വിധം സ്റ്റാളുകൾ കെട്ടിമറച്ചാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കാർഷിക ഉൽപ്പന്ന വിൽപ്പനയും നടത്തുന്നത്. ക്ഷേത്രത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന സ്റ്റേജിൽ സെമിനാറും പാർട്ടി മീറ്റിംഗും. ക്ഷേത്രത്തിന് മുന്നിൽ റോഡ് വക്കിലെ കാണിക്ക വഞ്ചി പോലും മറച്ചുകെട്ടിയാണ് ചന്തയുടെ പന്തൽ. ക്ഷേത്രത്തിലേക്ക് കടക്കാനാകാത്ത വിധം കാർഷിക മേളയ്ക്കെത്തിയ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലെ വലിയ വാഹനങ്ങളുടെ പാർക്കിംഗ്. ആരാധനാ സമയത്ത് പോലും സ്റ്റേജിൽ ഉച്ചത്തിൽ മൈക്ക് വെച്ചുള്ള പരിപാടികൾ. ക്ഷേത്രഭരണം നടത്തുന്ന ട്രസ്റ്റിലേക്ക് നുഴഞ്ഞു കയറിയ LC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയാണ് ക്ഷേത്രാരാധനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള CPMന്റെ അതിക്രമം. മറ്റ് ട്രസ്റ്റ് അംഗങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും മേയർ ആര്യ രാജേന്ദ്രനും CPM പ്രാദേശിക നേതാക്കളും. ക്ഷേത്രാരാധന അട്ടിമറിക്കുന്നതിൽ ഭക്തജനങ്ങളും രോഷാകുലരാണ്. മേയറുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര രക്ഷാധികാരിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഗോപകുമാർ, മുൻ സെക്രട്ടറിയും CPM ഭാരവാഹിയുമായ CS മോഹൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തമല മധു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രമുറ്റവും സ്റ്റേജും നവരാത്രി മണ്ഡപവും കയ്യേറി ക്ഷേത്രം മറച്ചുകൊണ്ട് വിപണന സ്റ്റാളുകൾ കെട്ടിയുയർത്തിയത്. ദീപാരാധന സമയത്ത് യാത്രക്കാരും കച്ചവടക്കാരും എല്ലാം റോഡിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ മുൻവശമെങ്കിലും മറയ്ക്കാതിരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഭക്തർക്കെതിരെ ആക്രോശിച്ചുകൊണ്ടാണ് CPM നേതാക്കൾ ക്ഷേത്ര ധ്വംസനത്തിന് കൂട്ടുനിന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.